ഒരു വേശ്യാലയം എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്, ലീഗലായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയില്ലേ എന്നാണ്. അതെനിക്ക് ശരിക്കും ഞാൻ പേഴ്സണലായിട്ട് പറയാം. എല്ലാവരും പറയും ദുബായിൽ ഏത് സ്ത്രീക്കും 24 മണിക്കൂർ പുറത്തിറങ്ങി നടക്കാമെന്നൊക്കെ. അതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു വേശ്യാലയം തന്നെയാണ് ദുബായ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്നവർക്ക് അത് ലീഗലായിട്ട് തന്നെ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ടൂറിസത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ എന്തായാലും ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പോൾ തിങ്ക് കേരളമുണ്ട്. അപ്പോൾ സാറിൻ്റെ ആയിട്ട് മെന്ററായിട്ട് എന്ത് സപ്പോർട്ട് സാർ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ഈ വേശ്യാലയത്തിനുള്ള സപ്പോർട്ടാണ്. ഞാനൊരു വേശ്യാലയം എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് വൈദഗ്ധ്യമുള്ളൊരു ഉത്തരം തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ദുബായ് ഒരു വലിയ വേശ്യാലയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങ് എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. എനിക്കധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പോകുന്നു, 2 ദിവസമൊക്കെ നിൽക്കുന്നു, തിരിച്ചു പോയിരുന്നു. ഇനി വിശദമായിട്ടൊന്ന് ഞാൻ കറങ്ങുന്നതാണ്. ആദ്യ ഭാഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേരളത്തിൽ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഒത്തിരി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലുള്ള ടൂറിസം വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു ഗ്രാമം എടുത്താൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഏത് ഗ്രാമവും. കാരണം എന്താ, ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ടൂറിസം? ടൂറിസത്തിൽ ഇപ്പം നമ്മൾ എന്താണ് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലെ ജനം, അവൻ്റെ ജീവിതം, അവൻ്റെ സംസ്കാരം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ കലകൾ, അവൻ്റെ തൊഴിൽ, ഇതിനെ പോയി അനുഭവിക്കില്ല ലോകത്ത് ഏറ്റവും വലിയ ടൂറിസം. നിങ്ങൾ റുവാണ്ടയിലേക്ക് ചെന്നാൽ, ഞാൻ ആ ചെന്ന ദിവസം മുതൽ എന്നെ കൊണ്ടുനടന്ന ആ കാറ് ആയിട്ട് വന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വൈശാഖ് നമ്പ്യാരെന്നാണ്. അദ്ദേഹം ഈ കൊച്ചിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത്, എനിക്ക് റുവാണ്ടയിലെ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോകണം, അവരുടെ ഭക്ഷണം കഴിക്കണം, പറ്റുമെങ്കിൽ അവരുടെ ഒരു വീട്ടിലൊരു രാത്രി കിടന്നുറങ്ങണം. ഒന്ന് ആലോചിച്ച്, അത്യാവശ്യ സൗകര്യമുള്ള കേരളത്തിൽ നിന്ന് നമ്മൾ പോയിട്ട് റുവാണ്ടയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു യൂറോപ്യനോ അമേരിക്കനോ ഓസ്ട്രേലിയക്കാരനോ ജപ്പാൻകാരോ വന്നാൽ അവർ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൃഗശാലയിലെ മൃഗങ്ങളെ ആയിരിക്കുമോ, ഇവിടുത്തെ മനുഷ്യരെ ആയിരിക്കുമോ? ഇവിടെ നമുക്ക് ബുർജ് ഖലീഫകളില്ല. നമ്മുടെ പ്രകൃതിയും മനുഷ്യന്റെ ജീവിതവും എല്ലാം ചേർന്നാണ് പോകുന്നത് അല്ലേ? വേമ്പനാട്ട് കായലിന്റെ തീരങ്ങളിലേക്ക് ചെന്നാൽ അതിനെ ഉപജീവിച്ച് കഴിയുന്ന മനുഷ്യർ, അവിടെ കക്ക വരുന്നവര്, അവിടെ മത്സ്യബന്ധനം നടത്തുന്നവര്, അവിടുത്തെ തെങ്ങിൻ തോപ്പുകളിൽ തെങ്ങ് ചെത്തുന്നവര്, അവിടുത്തെ പുരയിടങ്ങളിൽ ഇരുന്ന് മീൻ വെട്ടുന്ന സ്ത്രീകൾ, അവിടുത്തെ ഇപ്പോൾ ആ കാഴ്ച കാണാനില്ലെങ്കിലും പണ്ടൊക്കെ കാണാമായിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ തെങ്ങോല കൊണ്ട് മെടഞ്ഞെടുക്കുന്ന ഓല മെനഞ്ഞ ആളുകൾ. ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ എന്തെല്ലാം കാഴ്ചകൾ കാണിക്കാൻ പറ്റും. ഇത് മാത്രം കാണിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് കേരളം മാറും. കാരണം അത്രയേറെ വൈവിധ്യങ്ങളുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാള് ഒന്നും വേണ്ട, ഒരു സാധാരണ ദിവസം ആ നാട്ടിലെ കള്ള് ഷാപ്പിലേക്ക് ചെന്നാൽ കാണുന്ന കാഴ്ചകൾ മാത്രം കണ്ടാൽ, അവിടുത്തെ മനുഷ്യരെ ഒന്ന് നിരീക്ഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ അതിപ്പോൾ ഒരു ടൂറിസം ആക്ടിവിറ്റി പറയില്ല. ഞാൻ മനുഷ്യരെ, അതായത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കൗബോയ് സിനിമകളുടെ ലൊക്കേഷൻ കാണണമെന്ന് തീരുമാനിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന പോലെ തന്നെ അല്ലേ? കൗബോയ് സംസ്കാരം നടന്ന സ്ഥലങ്ങൾ, സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ ആ ഉൾനാടുകൾ, കൗബോയ് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെറ്റിങ്, ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത, അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൗബോയ് പ്രദേശങ്ങളിലേക്ക് ഓരോ ദിവസം ടൂറിസ്റ്റുകളായി തന്നെ. ഇതേപോലെ തന്നെ അനന്തമായ സാധ്യതകളാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിനെ വൃത്തിയായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വേണം. പാക്കേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് വേണം? അതിനകത്ത് മിനിമം ആമിനിറ്റീസ് വേണം, ടോയ്ലറ്റ് ഫെസിലിറ്റികൾ വേണം, വൃത്തി വേണം, അത്യാവശ്യം സൗന്ദര്യം വേണം, നാച്ചുറൽ ആയിരിക്കണം, മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങൾ വേണം. ഇതൊരുക്കുന്ന കൂട്ടായ്മകൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടായാൽ തീർച്ചയായും കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് റിസോർട്ടായി മാറും. റിസോർട്ട് എന്നാൽ ഒരു നെഗറ്റീവ് വാക്കല്ല ഞാൻ ഈ പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഒരു സംരംഭം ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരംഭിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി, വയനാട്ടിലെ മറ്റൊരു ഗ്രാമമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടെ എൻ്റെ എല്ലാ പിന്തുണയും സാന്നിധ്യവുമാണ്.